ഇത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം സെറ്റിൻ്റെ സൈനാണ്, ഞാൻ പെട്ടെന്ന് പറയുകയാണ്, കോഡിഫൈ ചെയ്തെന്ന് പറയുകയാണ്. സെറ്റിൻ്റെ സൈനാണ് ഇതാ ഇങ്ങനെ കിടക്കുന്നത്, ഈ കേളി ബ്രാക്കറ്റ് ഇങ്ങനെ കിട്ടാൽ മതി. അപ്പോൾ ഇതിനൊരു പേര് കൊടുക്കാം, എ ഈക്വൽ, ഇതിനെ വായിക്കുന്നത് എ ഈക്വൽ സെറ്റ് 1 2 എന്നാണ്. ഇപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാച്ചുറൽ നമ്പർ 3 താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പർ എഴുതാൻ പറഞ്ഞാൽ എ ഈക്വൽ സെറ്റ് 1 2 എന്ന് എഴുതാം. ഇപ്പോൾ 5 താഴെയുള്ള നാച്ചുറൽ നമ്പർ എഴുതാൻ പറഞ്ഞാൽ എ ഈക്വൽ സെറ്റ് 1 2 3 4 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, സെറ്റിന് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ സെറ്റിന് ഈ സിമ്പിളും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് പഠിക്കുമ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് സെറ്റ് പഠിക്കാനുണ്ട്. അതിനകത്ത് വിവിധ തരത്തിലുള്ള സെറ്റുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ സെറ്റ്, 2 എം ടി സെറ്റ് അഥവാ വോയിഡ് സെറ്റ്, 3 ഇൻഫൈനൈറ്റ് ഫൈനൈറ്റ് ഈക്വലൻ്റ് സെറ്റ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റാണ്. ഈ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, സിംഗിൾ എന്ന് പറഞ്ഞാൽ വൺ എലമെൻറ്റ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 1 നും 3 നും ഇടയ്ക്കുള്ള ഒരു നാച്ചുറൽ നമ്പർ പറയാൻ പറഞ്ഞാൽ നമുക്ക് 2 എന്നേ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം എ ഈക്വൽ എന്താ സെറ്റ് 2 എന്ന് പറയാം. അതായത് 1 നും 3 നും ഇടയ്ക്ക് ഒറ്റ നാച്ചുറൽ നമ്പറേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 4 നും 6 നും ഇടയ്ക്ക് ഒരു നാച്ചുറൽ നമ്പർ പറയാൻ പറഞ്ഞാൽ 5. ഓക്കെ, അതിൻ്റെ എയ്ക്കും സിക്കും ഇടയ്ക്കുള്ള ഒരു ആൽഫബറ്റ് പറയാൻ പറഞ്ഞാൽ ബി. എന്നതുപോലെ ഒറ്റ എലമെൻറ്റ് മാത്രമേ, ഇതിന് എലമെൻറ്റ് എന്നാണ് പറയുന്നത്, ഒറ്റ എലമെൻറ്റ് മാത്രമേ കാണൂ. ഇതിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് എം ടി സെറ്റ് അഥവാ വോയിഡ് സെറ്റ്. അതിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് 5 അഥവാ ഇതേപോലെ സെറ്റ് ഇങ്ങനെ കൊടുത്താണ്. അതായത് ഇതിനകത്ത് ഒരു എലമെൻറ്റും ഉണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 1 നും 2 നും ഇടയ്ക്കുള്ള ഒരു നാച്ചുറൽ നമ്പർ പറയാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളതാണ് എന്ന് പറയുന്നത് എം ടി സെറ്റ് അഥവാ വോയിഡ് സെറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ്, ആ പേരിൽ തന്നെ ഉണ്ട്, ഫൈനൈറ്റ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന് 1 തൊട്ട് 5 വരെയുള്ള നാച്ചുറൽ നമ്പർ എഴുതാൻ പറഞ്ഞാൽ 1 2 3 4 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. എ ഈക്വൽ സെറ്റ് 1 2 3 4 5 എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. കോമേറ്റ് എഴുതണം, തിരിച്ചു മറിച്ചൊക്കെ എഴുതാം. അപ്പോൾ ഇതാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നാച്ചുറൽ നമ്പർ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻറ്റിജർ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റിയൽ നമ്പർ, ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതിനെയാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 2 സെറ്റ് എഴുതുക. എ ഈക്വൽ സെറ്റ് 1 2, ബി ഈക്വൽ സെറ്റ് 2 1. ഈ 2 1 എന്ന് പറയുന്നതിനെ തന്നെ തിരിച്ച് എഴുതാം 1 2. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 1 2, ബി എന്ന് പറയുന്ന സെറ്റ് 2 1. 2 1 എന്ന് പറയുന്ന സാധനം തന്നെയാണ് 1 2. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 2 എലമെൻറ്റ് ഉണ്ട്, ഇതിനകത്ത് 2 എലമെൻറ്റ് ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് അതേ എലമെൻറ്റുകൾ തന്നെയാണ് ഇതിനകത്തും. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിനാണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഈ ഈക്വൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് എ ഈക്വൽ ബി. ഈക്വൽ സെറ്റ് എ ഈക്വൽ ബി. അതുപോലെ തന്നെ ലാസ്റ്റ് വേറെ സെറ്റാണ് ഇക്വലൻ്റ് സെറ്റ്. ഇക്വലൻ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു സെറ്റ് എഴുതുക. എ ഈക്വൽ സെറ്റ് 1 2, ബി ഈക്വൽ സെറ്റ് എ ബി. ഇതിനകത്ത് നോക്കാം, 2 എലമെൻ്റ് ഉണ്ട്, ഇവിടെ 2 എലമെൻ്റ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ എലമെൻ്റ് അല്ല ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളാണ് ഇക്വലൻ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഈക്വൽ സെറ്റുകളും ഇക്വലൻ്റ് സെറ്റാണ്. പക്ഷേ എല്ലാ ഇക്വലൻ്റ് സെറ്റും ഒരിക്കലും ഈക്വൽ സെറ്റുകളല്ല. ഈക്വൽ സെറ്റിൽ എല്ലാ എലമെൻറ്റും ഉണ്ടായിരിക്കണം, അത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. ഇവിടെ 2 ഉണ്ട്, ഇവിടെയാണ്. അതേപോലെ ഇവിടെ 2 ഉണ്ട്, പക്ഷേ ഇവിടെയുള്ള അതേ എലമെൻറ്റ്സ് അല്ല ഇവിടെ. അങ്ങനെയുള്ളതാണ് ഇക്വലൻ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സബ്സെറ്റ് എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. എന്നാലും ഞാൻ സബ്സെറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു വെച്ചേക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. തുറന്നിരിക്കുന്ന ഭാഗത്താണ് വലിയ നമ്പർ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഞാൻ എഴുതുകയാണ് 1 2, ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഞാൻ എഴുതുകയാണ് 1 2 3. അപ്പോൾ നമുക്ക് എഴുതാം ഇങ്ങനെ ഒരു സംഖ്യ കൊടുത്ത് എഴുതാം എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അതായത് തുറന്നിരിക്കുന്ന ഭാഗത്താണ് വലിയ സെറ്റ് എഴുതുന്നത്. നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്സെറ്റാണ് എ സബ്സെറ്റ് ഓഫ് ബി. അതായത് തിരിച്ച് പറയാം ബി ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് തിരിച്ചും പറയാം. അപ്പോൾ എന്തായാലും സബ്സെറ്റിനെ കുറിച്ചുള്ള സബ്സെറ്റിൻ്റെ സിമ്പിൾ ഇതേപോലെയാണ്. സി എന്ന് പറഞ്ഞ് ഇങ്ങനെ വളച്ചിങ്ങനെ ഇടുന്നതാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്രയും ടോപ്പിക്കാണ് ഈ +1 ഈ സെറ്റ് എന്ന് പറഞ്ഞതിനകത്ത് മെയിനായിട്ടുള്ളത്. ഇനി നമുക്ക് അതിനകത്തുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.